ഉണ്ണിക്കണ്ണ പറയട്ടാ. അങ്ങനെ വിജയ് സാറിനെ കണ്ടു. ആ നനച്ചുകൊണ്ട് നമുക്ക് കിട്ടിയേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല. ആ നനച്ചവണ്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് പേര് നമ്മളെ കുറ്റം പറഞ്ഞു, കളിയാക്കി, പരിഹസിച്ചു, പുച്ഛിച്ചു. ആ പറഞ്ഞവരിനെ കൊണ്ടൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രമുള്ളൂ. നമ്മുടെ ഏട്ടന്മാര്, അനിയന്മാര്, നമ്മളെ എല്ലാവരും ചീത്ത പറഞ്ഞവരെയൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട്. കേരളം, തമിഴ്നാട് കട്ടയ്ക്ക് സപ്പോർട്ട്. വിജയണ്ണന് മുന്നിൽ ഇരുന്നിട്ട് പോയി നമ്മുടെ ഒരു വീട്ടിലുള്ള ഒരു ഏട്ടൻ, ഒരു സഹോദരന്. എനിക്ക് വിജയണ്ണനാണ് അടുത്തിരിക്കുന്നത്. ഇത്രയും പേര് ലോകമെമ്പാടും വേൾഡ് മൊത്തം അറിയുന്നത് നമ്മുടെ വിജയണ്ണനാണ്. എനിക്ക് അടുത്തിരുന്നപ്പോ മൊത്തം കിളിപോയിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷമായി. വിജയണ്ണൻ കണ്ണ് കലങ്ങി, നെഞ്ച് പെടഞ്ഞിട്ടുണ്ട്. എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തു എന്നാ ചോദിച്ചത്. എനിക്കതൊക്കെ ഭയങ്കര നമ്മളാ ദൈവത്തിനെ കണ്ടു, വിജയ് സാറിനെ കണ്ടു. എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തോളിൽ കൈയിട്ടിട്ടാണ് ആ സെറ്റ് തന്നെ കൊണ്ടുവന്നത്. കേരവനിൽ പോയപ്പോൾ ആദ്യം വിജയ് സാർ കയറില്ല, തമ്പി കയറി കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്തിനാ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിജയ് സാറ് നമ്മൾ വേൾഡിൽ, ഈ ലോകം മൊത്തം എമ്പാടുമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ വിജയണ്ണൻ ഒരു മുത്ത് തന്നെയാണ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റും? എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ സ്ക്രീനിലൊക്കെ കണ്ട്, അകലെ നിന്ന് കണ്ട്, ആ സൂര്യ തേജസ് നമ്മുടെ അടുത്തിരിക്കുമ്പോ എനിക്ക് എന്താ, നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഒരു രക്തബന്ധം, ഒരു വീട്ടിലൊരാളിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ പോയപ്പോ കഴിക്കാൻ ആപ്പിള്, ബിസ്ക്കറ്റ്, സ്നാക്സ്. തമ്പി ഭക്ഷണം കഴിച്ചിട്ട് തമ്പിന് വിട്ടാൽ മതി. അവിടെ ഭയങ്കര തന്നെ ഭക്ഷണവും ജ്യൂസും ചായയും ഒക്കെ തന്ന്, ഇതൊക്കെ വിജയ് സാർ തന്നെ. ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ കാറിൽ പോയതും പ്രൊഡ്യൂസർ സാർ ഓടി വന്നത്, അതൊക്കെ ആർക്കൊക്കെ വേണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിന്, ഈ 4ാം ക്ലാസ്സുകാരന് ചുമരും ചാരി, ഓലപ്പരയിൽ ചുമരും ചാരി ഇരുന്ന് കണ്ണ് കലങ്ങിയിരുന്ന ഉണ്ണിക്കണ്ണൻ ഇന്ന് നമ്മുടെ വിജയ് സാർ, ഇളവതി വിജയ് സാർ ഇന്ന് നമ്മുടെ ഇളയ തലപതി വിജയ് സാറിനെ കണ്ടു, സംസാരിച്ചു, എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കുന്നു. എന്ത് പ്രശ്നം വന്നാലും 4ാം ക്ലാസ്സുകാരനെ ആലോചിക്കുക. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒന്നും ഇങ്ങനെ ആ ഇങ്ങനെ കൺകുളിരെ കണ്ട് വിജയ് സാറിന്റെ കണ്ണിൽ ആ സങ്കടവും ആ നെഞ്ചിലെ ആ വേദനയും നമുക്കത് നോട്ടത്തിൽ തന്നെ നമുക്കറിയാം. വിജയ് സാർ അത്രയും സങ്കടത്തോടെ ഇരുന്നത്. ഇത് ജീവിതത്തിൽ ആർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വിജയ് സാർ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് എന്നെ കണ്ടപ്പോൾ ഒരു തോളിൽ കൈ വെച്ചിട്ടാണ്. എനിക്ക് നമ്മുടെ വീട്ടിലെ ഒരു കൂട്ടുകാരൻ തോളിൽ കൈയിട്ട് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ്. യാത്ര തുടങ്ങും മുന്നേ പ്രതീക്ഷ കാണാൻ പറ്റും? തീർച്ചയായിട്ടും ആഗ്രഹിച്ചാൽ പ്രകൃതിയും, പൗലോ കൊയ്ലോ സാറ് പറഞ്ഞ പോലെ പ്രകൃതിയും കൂടെ ലോകം മൊത്തം കൂടെ നിൽക്കും. ജയറാമേട്ടൻ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ആഗ്രഹം സിൻസിയർ ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വന്നു ചേരും. നേർ വഴി കൂടെ പോകുക, കുറുക്ക് വഴി കൂടെ പോകുക, എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിട്ട് പോയ ദൈവം പ്രകൃതിയും കൂടെ നിൽക്കും. അപ്പൊ ഇപ്പം വിജയ് സാറിനൊക്കെ കണ്ടു, അപ്പം ഹാപ്പിയാണ്. അപ്പം വീട്ടിലെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വിളിച്ച് പറഞ്ഞോ വീട്ടില്? ഞാൻ വിളിച്ചു. ഇന്നലെയാണോ എന്റെ പെങ്ങളുടെ കൊച്ചിനെ വിളിച്ച് അമ്പാടിയൊക്കെ കണ്ണമാമൻ 2 ദിവസത്തിനെ കൊണ്ട് കാണും പറഞ്ഞു. അമ്മയും പെങ്ങളും അവരൊക്കെ വളരെ ഹാപ്പിയാണ്. പെങ്ങളും അവരൊക്കെ പറഞ്ഞു ഒന്ന് വീഡിയോ കോൾ വരാൻ, സാറ് ഷൂട്ടിലെ തിരക്കിലാണ്. അതാണ്. ഒരുപാട് പേര് ഇങ്ങനെ പുച്ഛിച്ചു നടക്കൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പം എന്താണ് പറയാനുള്ളത്? ഏട്ടാ, പുച്ഛിക്കുന്നവർ പുച്ഛിച്ചോട്ടെ ഏട്ടാ. അവരുടെ പുച്ഛിക്കലും ആ പരിഹാസം കൊണ്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. അവരുടെ ഇത് കൊണ്ടാണ്. ആരെന്ത് പറഞ്ഞാലും ഉസ്പേത്തനവർക്ക് ടൊമ്മുന്നും കടുപ്പേത്തനെ കമ്മിലിരുന്ന് വാഴ്ക്ക് ചെമ്മുന്നു വിജയണ്ണൻ சொல்லியிருக்கேன். நண்பா நண்பீஸ் ஈஸியா ஜெயிக்கிறது வெற்றில, எது ஜெயிக்க முடியாத முயற்சி பண்றது வெற்றின்னு அண்ணன் சொல்லியிருக்கேன். അപ്പൊ നമ്മൾ എന്ത് പ്രശ്നത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്? പോണ വഴി എതിർക്കരുതില്ല. അപ്പൊ നീங்க പോற വഴി കറക്റ്റ്. ഞാൻ ചെയ്ത എന്റെ വഴി, ഞാൻ ആരിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട്, ആർക്കും ഒരു തെറ്റ് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കി. പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു, ഞാൻ പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ച കുറച്ച് പൈസയും കൊണ്ട് വന്നത്. ജനുവരി 1-ാം തീയതി ഞാൻ ഇറങ്ങുമ്പോ എവിടെ കിടക്കും, പമ്പുകളിൽ കിടക്കാന്നൊക്കെ പറഞ്ഞ, ഇന്ന് വരെ ഉണ്ണിക്കണ്ണനെ വഴിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. വഴിയിൽ കോയമ്പത്തൂർ കിടന്നപ്പോ നമ്മുടെ അനിയന്മാര് കൊണ്ടുപോയി ഓരോ പള്ളിയിലായാലും ആരോമി ബേക്കറി ആണെങ്കിലും നമ്മുടെ വിജയണ്ണന്റെ പാർട്ടിയിൽ നിന്നും വിജയണ്ണൻ ഫാൻസ് എന്നും മലയാളികളും തമിഴ്നാട്ടുകാരും പണിയെടുത്ത വേർപ്പിന്റെ ഭക്ഷണത്തിന്റെ എനർജിയാണ് ഈ ഉണ്ണിക്കണ്ണൻ മംഗലം എന്നിങ്ങനെ ഇരുന്ന് പറയുന്നത്. ഇനിയപ്പം വിവാഹ ജീവിതം എങ്ങനെ ഉടനെ ഉണ്ടാവുമോ? അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം എന്തായാലും ഇതിനെ പറ്റി ചിന്തിക്കണമെന്ന് പറയുന്നത്?
എന്തായാലും വിവാഹം ഉണ്ടാവും. പക്ഷെ എന്നൊക്കെ ആരെങ്കിലും നോക്കുവോ, എന്നൊക്കെ കണ്ടിട്ട് തടി ഇതൊക്കെ കൊണ്ടിട്ട് എന്തായാലും എവിടെയെങ്കിലും എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ജീവിതത്തിൽ ഒരാൾക്ക് ഓരോ ദൈവം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ ഒരു നിയോഗം ഉണ്ടാകുമെന്ന് വിചാരിക്കണം. എന്തായാലും ഉണ്ടാവും കേട്ടോ അത്. ഈ ഭാവി പരിപാടി എന്താണ്? ഭാവി പരിപാടി സിനിമയിൽ അഭിനയിക്കുക. കുറെ എന്താണ് ഈ ജീവിതത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കുക, നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുക. നന്മ നിറഞ്ഞ ജീവിതത്തിൽ ഈ ജീവിതം ബലൂണ് പൊട്ടും പോലെയുള്ളൂ. അസുഖയോ നമ്മളൊരാളിനെ വെറുപ്പോ, അവരുടെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്, നമ്മുടെ കയ്യിലൊരു കുഞ്ഞിരോ, ഇപ്പൊ അവരുടെ കയ്യിലൊരു എന്താ പറയുക, ഒരു മൊബൈലുണ്ട്, വലിയൊരു മൊബൈലുണ്ട്, നമ്മുടെ കയ്യിലൊരു ചെറിയ ഫോണെങ്കിലും ഉണ്ടെന്ന് ആഗ്രഹിക്കും. ഈ 4ാം ക്ലാസ്സുകാരന് ഐഫോൺ കുറെ ആഗ്രഹമുണ്ട്. അത് തീറ്റാ പറ്റ നമ്മുടെ വിൽസിലേക്കും അതിലേക്കും തന്നു ഓരോ കാര്യം. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടെ പറഞ്ഞ് വൈറലാകുകയാണെങ്കിൽ നിങ്ങൾ മുതലെടുക്കണവരുടെ കറക്റ്റ് നിങ്ങൾ ആ നിരീക്ഷത്തിൽ നമ്മൾ മുതലെടുക്കണവരാണോ, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആലോചിക്കുന്നത്. ചങ്ക് പോലെ രക്തബന്ധം പോലെ കൂടെ നിൽക്കാനും ആളുകളുണ്ട്. നമ്മുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കണ്ണ് കലങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോ സുഹൃത്തുക്കൾ പോലെ രക്തബന്ധം പോലെ യാതിരിക്ക, ദിൽസിലിക്ക, എൻ്റെ നമ്മുടെ മൻസൂർ, പിന്നെ വിവേക് കൊടുങ്ങല്ലൂർ, പാലക്കാടൻ ജാമ്യച്ചൻ, വിലാഷേട്ടൻ, അങ്ങനെ നിരവധി ആളുകൾ, കേരളം, മലയാളം, തമിഴ്നാട്ടിലെ ഓരോ നമ്മുടെ ബ്രദറുകളും ഏട്ടന്മാരും അച്ഛനമ്മമാരും ലോകമെമ്പാടുമുള്ള എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. എനിക്ക് ഇനി പറയാൻ ചോർന്നൊലിക്കുന്ന പോലെ പേരില്ല തരുന്നു. ചുമരും ചാരിയിരുന്ന് കണ്ണ് കലങ്ങാനല്ല ജീവിതം. മുളകൊടി ചാലിശ്ശേരിക്ക് ഉപ്പിലിട്ട മാങ്ങി താജ് ഹോട്ടലിരുന്ന് ആലോചിക്കണം. വിജയ് സാറിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ആരാണ് ഏട്ടാ? സങ്കടപ്പെടാതെ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കും. അപ്പം എല്ലാവിധ ആശംസകളും. പിന്നെ ഫോട്ടോ എപ്പോ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഉണ്ണിക്കണ്ണൻ നുണ പറയണെന്ന്. ഉണ്ണിക്കണ്ണൻ ഒരിക്കലും നുണ പറയില്ല. കേരളവും തമിഴ്നാടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചും നിങ്ങളുടെ പണിയെടുത്ത് നിങ്ങളുടെ നേരത്തിലുള്ള ആ കാശിന്റെ ഭക്ഷണവും വെള്ളവും എനിക്ക് തന്ന എനർജി മൊത്തം നിങ്ങൾ തന്നാണ്. ഉണ്ണിക്കണ്ണൻ ഒരിക്കലും നുണ പറയില്ല. ആ ഫോട്ടോ, ആ നനച്ച വണ്ടി, നമുക്ക് ആ ഫോട്ടോ അടുത്തന്നെ കിട്ടും. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കോസ്റ്റ്യൂം ആയതുകൊണ്ട് അവർ അയച്ചു തരും. അത് എന്തായാലും പെട്ടെന്ന് തന്നെ അത് കിട്ടും. അതെന്തായാലും ആ നനച്ച വണ്ടി എന്തായാലും നമുക്ക് അതെല്ലാവരും കാണും അടുത്തന്നെ. ഐ ആം വെയിറ്റിംഗ്. ഉണ്ണിക്കണ്ണൻ മംഗളാമോ വിജയണ്ണ, ഉമ്മ. അപ്പോ ഐ എം വെയിറ്റിംഗ്. ഉണ്ണിക്കണ്ണൻ മംഗളാന്റെ ഉമ്മ.